ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 109ാമത്തെ പേജിലാണ്. ഓക്കെ, ടേബിൾ 4.7 ഏതാണ്? ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. നിങ്ങൾ എല്ലാവരും എടുത്തു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 109ാമത്തെ പേജിൽ ട്രോപ്പിക്ക ചലനങ്ങൾ പട്ടിക 4.7. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഏതെല്ലാമാണ്? ഇവിടെ ഒരു കുറച്ച് വിശദീകരണമായിട്ട് തന്നിട്ടുണ്ട്. ചില സസ്യ ചലനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്ലാന്റുകളുടെ മൂവ്മെൻറ്റുകളെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. ഏതെല്ലാം പ്ലാന്റ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് തന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ്? ഫോട്ടോട്രോപ്പിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ ട്രോപ്പിക്ക ചലനം എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം. ജിയോട്രോപ്പിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂഗുരുത്വ ട്രോപ്പിക്ക ചലനമാണെന്ന് നിങ്ങൾക്കറിയാം. ഹൈഡ്രോട്രോപ്പിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലട്രോപ്പിക്ക ചലനമാണെന്നറിയാം. ഇവയുടെ ഓരോന്നിൻ്റെയും ഉദ്ദീപനത്തിന് അല്ലെങ്കിൽ സ്റ്റിമുലി ഏതാണെന്ന് കാണുക. കാണ്ഡത്തിൻ്റെ ചലനദിശ അല്ലെങ്കിൽ ഡിറക്ഷൻ ഓഫ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ഷൂട്ട്, അതിന് എങ്ങനെയാണ് അതിൻ്റെ ഷൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാണ്ഡം അല്ലെങ്കിൽ മുളയുടെ പോക്ക് എന്ന് പറയുക. ഡിറക്ഷൻ ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ റൂട്ട്, അതിൻ്റെ ഏത് ദിശയിലേക്കാണ് വേരുകൾ പോകുന്നത് എന്ന് പറയുക. അപ്പോൾ ഇനി നമ്മൾ ആ ഞാൻ ടേബിളായിട്ടല്ല തന്നിരിക്കുന്നത്, വൺ ആഫ്റ്റർ അനദർ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈലിലാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഒന്നാമതായിട്ട് പ്ലാന്റ് മൂവ്മെൻറ്റ്സ്. ഏതെല്ലാം മൂവ്മെൻറ്റ്സുകളാണ് തന്നിരിക്കുന്നത്? ഇവിടെ ഫോട്ടോട്രോപ്പിസം തന്നിട്ടുണ്ട്, അതായത് പ്ലാന്റിൻ്റെ പ്രകാശത്തിനോടുള്ള ചലനം. രണ്ടാമതായിട്ട് ജിയോട്രോപ്പിസം, അതായത് അതിൻ്റെ ഗ്രാവിറ്റിയോടുള്ള ചലനം. മൂന്നാമതായിട്ട് ഹൈഡ്രോട്രോപ്പിസം അല്ലെങ്കിൽ റെസ്പോൺസ് ടു വാട്ടറിനോടുള്ള ജലത്തോടുള്ള പ്രതികരണം. ഓക്കെ, ഒന്നാമതായിട്ട് ഈ ഫോട്ടോട്രോപ്പിസത്തിൽ ഉപയോഗിക്കപ്പെടുന്ന സ്റ്റിമുലി ഏതാണ്? ലൈറ്റാണ്. ജിയോട്രോപ്പിസത്തിൽ ഏതാണ് സ്റ്റിമുലി? ഗ്രാവിറ്റേഷനാണ്. അതുപോലെ തന്നെ ഹൈഡ്രോട്രോപ്പിസത്തിലെ സ്റ്റിമുലി ഏതാണ്? വാട്ടറാണ്. ഓക്കെ, ഇനി ഡിറക്ഷൻ ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഷൂട്ട് ഓഫ് ദ പ്ലാന്റ്, ഏത് ദിശയിലേക്കാണ് ആ സസ്യത്തിൻ്റെ കാണ്ഡത്തിൻ്റെ വളർച്ചയുള്ളത്? ഫോട്ടോട്രോപ്പിസത്തിൽ എയ്തർ ടുവേഡ്സ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഓർ അവേ ഫ്രം ഇറ്റ്. അതായത് ഫോട്ടോട്രോപ്പിസത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ പ്രകാശത്തിലേക്ക് വളരാം, അല്ലെങ്കിൽ പ്രകാശത്തിൽ നിന്നും അകന്നു പോവുകയും ചെയ്യാം. പക്ഷേ അത് സാധാരണ പ്രകാശത്തിൽ സോഴ്സ് ഓഫ് ലൈറ്റിലേക്കുള്ളതാണ് നമ്മൾ പഠിക്കാറുള്ളത്. ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളതും വളരെ അപൂർവമായിട്ടാണ് പ്രകാശത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് വന്നത്. ഇനി ജിയോട്രോപ്പിസം, അതായത് എന്താണ്? എയ്തർ ടുവേഡ്സ് അപ്പ് ഓർ ഡൗൺ. അതായത് എന്താണ് പറയുന്നത്? ജിയോട്രോപ്പിസത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഈ പ്ലാന്റിൻ്റെ വേര് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇറ്റ് ഗോസ് ടുവേഡ്സ് അപ്പ്, അതായത് ഇറ്റ് ഗോസ് ഡൗൺ, അതായത് എവിടേക്കാണ് പോകുന്നത്? താഴേക്കാണ് ഇത് പോകുന്നത്. താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്ലാന്റിൻ്റെ വേര് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത് ജിയോട്രോപ്പിസത്തിൽ. ഹൈഡ്രോട്രോപ്പിസത്തിൽ എങ്ങനെയാണ്? ഇത് ടുവേഡ്സ് ദ വാട്ടർ, അതായത് ടുവേഡ്സ് ദ വാട്ടർ, അതായത് ജലത്തിൻ്റെ അടുത്തേക്കാണ് ഇത് പോകുന്നത്. അല്ലാതെ ചില സാഹചര്യങ്ങളിൽ ഇത് അകന്നും പോകാറുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ടുവേഡ്സ് ദ വാട്ടർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഫോട്ടോട്രോപ്പിസത്തിൽ ടുവേഡ്സ് ദ സോഴ്സ് ഓഫ് ലൈറ്റിലേക്ക് പോകുന്നു. ടുവേഡ്സ് ഡൗൺ ഓർ ഗ്രാവിറ്റി എന്ന് പറയുന്നു, അതായത് ഭൂമിക്ക് അടിയിലേക്ക് പോകുന്നു ജിയോട്രോപ്പിസത്തിൽ. ഹൈഡ്രോട്രോപ്പിസത്തിൽ ടുവേഡ്സ് വാട്ടർ സോഴ്സിലേക്കാണ് പോകുന്നത്. ഇനി വാട്ട് ഈസ് ഹപ്പോട്രോപ്പിസം? ഇനി നമ്മൾ വേറെ ഒന്ന് രണ്ട് ട്രോപ്പിസങ്ങളെ കുറിച്ച് ഇവിടെ പഠിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒന്നാണ് എന്താണ്? അത്തരത്തിൽ ഒന്ന് നമ്മൾ പഠിക്കുവാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹപ്പോട്രോപ്പിസം എന്നുള്ളതും കീമോട്രോപ്പിസം എന്നുള്ളതും. അപ്പോൾ നമ്മളിനി ഈ ഹപ്പോട്രോപ്പിസം എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഹപ്പോട്രോപ്പിസം ഓൾസോ നോൺ ആസ് ദ തിഗ്മോട്രോപ്പിസം എന്നും പറയും. ഇറ്റ് ഈസ് എ ഡിറക്ഷണൽ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ഇൻ റെസ്പോൺസ് ടു ദ ടച്ച് ഓർ കോണ്ടാക്ട് വിത്ത് സോളിഡ് ഒബ്ജക്റ്റ്. അതായത് ഒരു പ്ലാന്റ് ടച്ച് ചെയ്യുന്ന പദാർത്ഥത്തിന് അടുത്തേക്കുള്ള വളർച്ച. ഏറ്റവും ഉദാഹരണമായിട്ട് ബീൻസ് ചെടികളും ഈ കോവയ്ക്കയും അതുപോലെ ബീൻസ് അല്ലെങ്കിൽ പയറ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാണപ്പെടുന്ന ഈ പാവയ്ക്ക, ഇങ്ങനെയുള്ള ഈ പടവലങ്ങ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ടച്ച് ചെയ്യുന്ന ഏത് പ്രദേശത്താണോ അതിന് ടച്ച് കിട്ടി ഗ്രിപ്പ് കിട്ടുന്ന ആ പ്രദേശത്തേക്ക് വളർന്നു പോകുന്നു. രണ്ടാമതായിട്ട് 198 വാട്ട് ഈസ് കീമോട്രോപ്പിസം? ദ ഗ്രോത്ത് ഓഫ് ഓർഗാനിസംസ് നാവിഗേറ്റഡ് ബൈ കെമിക്കൽ സ്റ്റിമുലീസ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് ദ ഓർഗാനിസം. അതായത് ഒരു ജീവജാലത്തിൻ്റെ പുറമേ നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു രാസപ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ആ വസ്തുവിലുണ്ടാകുന്ന ഒരു വളർച്ച. ഫെർട്ടിലൈസേഷൻ ആൻഡ് എലോൻഗേഷൻ ഓഫ് ദ പോളൻ ട്യൂബ്സ് ഇൻ അഗ്നിസോസ്പേം. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്ന ചെടികളിലെല്ലാം ഫെർട്ടിലൈസേഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ അകത്തിരുന്ന് വിത്ത് വളർന്നു വരുന്നുണ്ടല്ലോ, അതിന് നമുക്ക് എന്ത് പറയാം? കീമോട്രോപ്പിസം എന്ന് പറയാം. ആ പിക്ചറാണ് നമുക്ക് ഇവിടെ
തന്നിരിക്കുന്നത്. നിങ്ങൾ ആ പിക്ചർ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ചിത്രീകരണം അല്ലെങ്കിൽ ഇലിസ്ട്രേഷൻ 4.13 മറ്റു ട്രോപ്പിക്ക ചലനങ്ങളിൽ എന്നുള്ളതിനകത്ത് ആ രാസ ട്രോപ്പിക്ക ചലനത്തെയാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പോളൻ പുറത്തുനിന്ന് വന്ന് അകത്ത് വളരുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ്. ഓക്കെ, അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹാവ് യു എവർ ടച്ച്ഡ് എ ടച്ച് മീ നോട്ട് പ്ലാന്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തൊട്ടാവാടി ചെടിയെ തൊട്ടിട്ടുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഹൗ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ലീവ്സ് ഓഫ് ദ ടച്ച് മീ നോട്ട് പ്ലാന്റ്? എങ്ങനെയാണ് അതിൻ്റെ ഇലകളുടെ ചലനം സംഭവിക്കുന്നത്? വിച്ച് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഈസ് ദീസ്? ഏത് തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ്? ദീസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് ആർ കോൾഡ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. അതായത് ഇത്തരത്തിലുള്ള ചലനത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? നാസ്റ്റിക ചലനം എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് നാസ്റ്റിക മൂവ്മെൻറ്റ്? എന്താണ് ഈ നാസ്റ്റിക മൂവ്മെൻറ്റ്സിൻ്റെ പ്രത്യേകത? നാസ്റ്റിക മൂവ്മെൻറ്റ് ഈസ് നോട്ട് എ ഡിറക്ഷണൽ മൂവ്മെൻറ്റ്. അതായത് ഈ നാസ്റ്റിക മൂവ്മെൻറ്റ് എപ്പോഴും അത് സംഭവിക്കുന്ന ദിശയിലേക്ക് ആയിരിക്കണമെന്നില്ല. ഹിയർ പ്ലാന്റ് പാർട്സ് റെസ്പോൺസ് ടു സ്റ്റിമുലി. ഇവിടെ ആ പ്ലാന്റ് പാർട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഉദ്ദീപനത്തിന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നു. ഫ്രം വിച്ച് എവർ ഡയറക്ഷൻ ദ സ്റ്റിമുലി അപ്ലൈഡ്. ഏത് സ്ഥലത്ത് നിന്ന് സ്റ്റിമുലി വന്നാലും ഇറ്റ് അഫക്ട് ദ പാർട്സ് ഓഫ് ദ ഓർഗൻസ് ഓഫ് ദ പ്ലാന്റ് ഈക്വലി. അതായത് ഈ പ്ലാന്റിൻ്റെ ഏത് ഭാഗത്തു നിന്ന് സ്റ്റിമുലി വന്നാലും അത് മുഴുവനായിട്ട് പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു തൊട്ടാവാടി ചെടി എടുത്തിട്ട് അതിൻ്റെ ഇലയെ തൊടാതെ അതിൻ്റെ ആ തണ്ടിലൊന്ന് തൊട്ട് കുലുക്കി കഴിഞ്ഞാലും ഈ സാധനം പ്ലാന്റ് മുഴുവൻ കൂമ്പി പോകുന്നതായിട്ട് കാണും. അതാണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്സിൻ്റെ പെക്യൂലിയാരിറ്റി എന്ന് പറയുന്നത്. എവിടെ നിന്ന് വിച്ച് എവർ പാർട്ട് ദ സ്റ്റിമുലി കംസ് ഡസൻറ്റ് മാറ്റർ, ദ എൻ്റയർ പ്ലാന്റ് ഈസ് അഫക്റ്റഡ് ബൈ ദ സ്റ്റിമുലി. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ലിസ്റ്റ് ഔട്ട് മോർ എക്സാമ്പിൾ ഓഫ് നാസ്റ്റിക് മൂവ്മെൻറ്റ്സ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാസ്റ്റിക് മൂവ്മെൻറ്റിന് കൂടുതൽ എക്സാമ്പിൾ തരിക. ടച്ച് മീ നോട്ട് പ്ലാന്റ് ക്ലോസിങ് ഇറ്റ്സ് ലീഫ് വെൻ ടച്ച്ഡ്. അതായത് ടച്ച് മീ തൊട്ടാവാടി ചെടി അവയെ തൊടുമ്പോൾ ഇല കൂമ്പുന്നത്. കാർണിവേറസ് പ്ലാന്റ് ക്ലോസിങ് ഇറ്റ്സ് ലീവ്സ് വെൻ ഇൻസെക്ട്സ് ടച്ച് എൻ്റർ ദം. ഓക്കെ, ഇൻസെക്ട്സ് കാർണിവേറസ് അതായത് ഈ ഷഡ്പദങ്ങളെയും പ്രാണികളെയും ഒക്കെ തിന്നുന്ന പ്ലാന്റുകൾക്കുള്ളിലേക്ക് എന്ത് പ്രവേശിക്കുമ്പോഴാണ്? ഈ പ്രാണികൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ സ്പർശനത്തിൻ്റെ ഫലമായി അവ ക്ലോസ് ചെയ്തെടുക്കുന്നത് മറ്റൊരു ഉദാഹരണമാണ്. ഇനി നമ്മൾ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്കാണ്. നിങ്ങൾക്കറിയാം ലെറ്റസ് അസസ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് ചെറുതായിട്ടൊന്ന് പോകാം. അത് നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. ഐഡൻറ്റിഫൈ ദ പ്ലാന്റ് മൂവ്മെൻറ്റ്സ് മെൻഷൻഡ് ഇൻ ഈച്ച് ഓഫ് ദോസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഓരോന്നിലും പ്ലാന്റ് മൂവ്മെൻറ്റുകൾ എങ്ങനെയാണ് നടന്നിരിക്കുന്നത്? ദ പീ പ്ലാന്റ് ട്വിൻസ് അറൗണ്ട് സപ്പോർട്ട്. അതായത് പീ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിന് അനുസൃതമായിട്ട് അതിന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? അത് ഇത് ചെയ്യുന്നു. എന്താണ്? ഒരു പയർ ചെടി എന്താണ് ചെയ്തിരിക്കുന്നത്? അതിന് കൊടുക്കുന്ന സപ്പോർട്ടിന്. അതായത് ഇത് പയർ ചെടി എന്നല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോവലെന്ന് എഴുതാം, ഒരു കൈപ്പയ്ക്ക എന്ന് എഴുതാം, അങ്ങനെയുള്ള ഏതൊരു ചെടിക്ക് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദ പീ പ്ലാന്റ് ക്ലൈംബ് അപ്പ് ഓൺ ദ ഓർ അതർ പ്ലാന്റ്സ് ഓർ ഫെൻസസ് ബൈ മീൻസ് ഓഫ് ടെൻഡർലിനെസ്. ടെൻഡർലിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് ഓഫ് ടച്ച്, അതായത് ടച്ച് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടെൻഡർലിനെസ് അല്ലെങ്കിൽ ടച്ച് എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. രണ്ടാമതായിട്ട് തന്നിരിക്കുന്നത് എന്താണ്? ദ കോക്കനട്ട് ട്രീ നിയർ ദ ബാങ്ക് ഓഫ് എ റിവർ ഗ്രോസ് ലീനിങ് ടുവേഡ്സ് ദ റിവർ. അതായത് കോക്കനട്ട് ട്രീ ഒരു റിവറിൻ്റെ അടുത്താണെങ്കിൽ അത് ആ പുഴയിലേക്ക് വളഞ്ഞു വരുന്നതായിട്ട് കാണാം. കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഹൈഡ്രോട്രോപ്പിസം. അത് ഹൈഡ്രോട്രോപ്പിസത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ്. മൂന്നാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ദ പോളൻ ട്യൂബ് ഗ്രോസ് ടുവേഡ്സ് ദി ഓവറി. ഓവറിക്ക് അടുത്തേക്ക് പോളൻ ട്യൂബ് വളരുന്നതിൻ്റെ കാരണം എന്താണ്? ദ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ് ടുവേഡ്സ് ഓവറി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കീമോട്രോപ്പിസം. അത് കീമോട്രോപ്പിസത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഓക്കെ, അടുത്തതായിട്ട് തന്നിരിക്കുന്നത് ഡി. ദ ലീഫ് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ് ഫോൾസ് വൈൽ ടച്ചിങ്. ഒരു ടച്ച് മീ നോട്ട് പ്ലാന്റ് അല്ലെങ്കിൽ തൊട്ടാവാടി ചെടിയുടെ ഇല കൂമ്പി പോകുന്നത് എന്താണ്? ദ ലീവ്സ് ഓഫ് ദ ടച്ച് മീ നോട്ട് പ്ലാന്റ് ഫോൾസ് ഇൻ റെസ്പോൺസ് ടു ടച്ച്. അത് ടച്ചിനാണ് എന്ത് പറയുന്നത്? റെസ്പോൺസായിട്ട് സ്റ്റിമുലി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് തിഗ്മോനാസ്റ്റി അല്ലെങ്കിൽ നോസ്റ്റിക് മൂവ്മെൻറ്റിന് ഉദാഹരണമാണ്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, ആർക്കെങ്കിലും ഈ ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ ഗൈഡ് അയച്ച് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി തരുന്നത് ഏതാണ്? ഐഡൻറ്റിഫൈ ദ ഡിസീസസ് മെൻഷൻഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന രോഗം ഏതാണെന്ന് പറയുക. ഇൻ സം പീപ്പിൾ സർട്ടൻ സെൽസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം മേ ഡിസ്ട്രോയ് ദ കാർട്രിജസ് ആൻഡ് സൈനോവിയൽ മെംബ്രെയിൻ. അതായത് സൈനോവിയൽ മെംബ്രെയിനെയും
കാർട്രിജിനെയും ഡിസ്ട്രോയ് ചെയ്യുന്ന അസുഖത്തിൻ്റെ പേരെന്താണ്? റിമോറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് ഓൾറെഡി അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി 204-ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ മസിൽ ഫ്രം ദ പെക്യുലാരിറ്റീസ് ഗിവൺ ബിലോ. അതായത് ഈ താഴെ തന്നിരിക്കുന്ന പെക്യുലാരിറ്റി അനുസരിച്ച് മസിലിനെ ഐഡൻറ്റിഫൈ ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. സെൽസ് വിത്ത് സിംഗിൾ ന്യൂക്ലിയസ്, ഏക ന്യൂക്ലിയസ് ആയിട്ടുള്ള സെൽസ് എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിലാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടുള്ളത്. സ്പിൻഡിൽ ഷേപ്പ്ഡ് സെൽസ്, ഏത് സെല്ലുകളാണ് സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ളത്? സ്മൂത്ത് സെൽസ് ആർ സ്പിൻഡിൽ ഷേപ്പ്ഡ്, സ്മൂത്ത് സെല്ലുകളാണ് സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി 205-ാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ജോയിൻസ് denotes x, y, z and choose the one which comes the correct order. കറക്റ്റ് ഓർഡറിലായിട്ടുള്ളത് നമ്മളോട് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സി അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഗ്ലൈഡിംഗ് ജോയിൻ്റ് ആണ്. സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഓർഡറായിട്ടുള്ളത്. അതായത് എക്സ് അതായത് ഗ്ലൈഡിംഗ് ജോയിൻ്റ്, വൈ ഹിഞ്ച് ജോയിൻ്റ്, ഇസഡ് പൈവോട്ട് ജോയിൻ്റ് എന്നുള്ളവയാണ്. ഇനി 205-ാമത്തെ ചോദ്യം, ഡിസോർഡേഴ്സ് ഓഫ് ബോൺസ് ആൻഡ് മസിൽസ് ആർ ഗീവൺ ഇൻ കോളം 1 ആൻഡ് ദെയർ കോസസ് ആർ ഗീവൺ കോളം 2. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വേണമെങ്കിൽ ഇത് ചോദിക്കാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഡിസോർഡേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇത് കറക്റ്റ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രെയിൻ വന്നിരിക്കുന്നത് എന്താണ്? സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ദ ലിഗമെൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ഓസ്റ്റിയോപോർസിസ്, ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ, കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി കൊണ്ടാണ് വന്നിരിക്കുന്നത്. റൂമിറ്റോയിഡ് ആർത്രൈറ്റിസ്, ഡെഫിഷ്യൻസി ഡിസ്ട്രക്ഷൻ ഓഫ് ദ കാർട്ടിലേജ് ബൈ ദ സർട്ടൻ ഡിഫൻസ് സെല്ല് കാർട്ടിലേജിനെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. മസ്കുലർ ഡിസ്ട്രോസഫി, ഇറ്റ് ചേഞ്ചസ് ഒക്വേഴ്സ് ഇൻ ദ ജീനുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുണ്ടാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഡി ആണ് അതിൻ്റെ ആൻസർ. പി അതായത് മൂന്നാമത്തെ, ക്യൂ അതായത് നാലാമത്തെ, ആറ് ഒന്നാമത്തെ, എസ് രണ്ടാമത്തേതാണ്. ഇനി നമുക്ക് 206-ാമത്തെ ചോദ്യമായിട്ടാണ് തന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ പാർട്സ് മെൻഷൻഡ് ബിലോ ആൻഡ് ലേബൽ ദം. നമുക്ക് താഴെ തന്നിരിക്കുന്ന പാർട്സുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവയെ ലേബൽ ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലൂയിഡ് പ്രസൻറ്റ് ഇൻ ദ ബിറ്റ്വീൻ ദ ബോൺസ്, സൈനോഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ജോയിൻറ്റ് ഫ്ലൂയിഡ് എന്ന് പറയാം. ദ പാർട്ട് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ബോൺ വിച്ച് റെഡ്യൂസസ് ഫ്രിക്ഷൻ, അതായത് ബോണിൻ്റെ അറ്റത്തും ഫ്രിക്ഷൻ കുറയ്ക്കുന്ന ഏത് പാർട്ടാണെന്നുള്ളത്. കാർട്ടിലേജസ് ആർ സീൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ബോൺസ്, അതായത് കാർട്ടിലേജസ് ആണ് ബോണുകളുടെ അവസാനത്തിൽ ആ എൻഡിൽ കാണപ്പെടുന്നതും അവയാണ് ഫ്രിക്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ദ പാർട്ട് ലേബൽഡ് ആസ് എക്സ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ആ പിക്ചർ എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മാത്രമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ് ഇൻ ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ദ ഫംഗ്ഷൻ, അതിൻ്റെ ഫംഗ്ഷൻ ആ പാർട്ട് ലിഗമെൻറ്റ്സ് ആണ്. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു കണക്ട് ടു ബോൺസ്, രണ്ട് ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ലിഗ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ അർത്ഥം. ഞാൻ ഈ ലെറ്റസ് അസസ് എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഇവിടെ തന്നിരിക്കുന്നത് വിശദീകരിച്ച് അത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല, ഓടിച്ചൊന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സ്കൂളിൽ നന്നായിട്ട് പറഞ്ഞു തരുന്നതാണെന്നുള്ള വിശ്വാസത്തിൽ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്.